So, മക്കളെ വെൽക്കം ടു എക്സാമിനർ. നമ്മുടെ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ അപവർത്തനം എന്നുള്ള ചാപ്റ്ററിൻ്റെ 4ാമത്തെ ഷോർട്ട് വീഡിയോയുമായിട്ടാണ് നമ്മൾ വരുന്നത്. മക്കളെ, കഴിഞ്ഞ 3 ഷോർട്ട് വീഡിയോയും അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചു. എങ്കിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റിഫ്രാക്ഷൻ ഇൻ ഗ്ലാസ് ലാബ് അല്ലെങ്കിൽ ഗ്ലാസ് ലാബിൽ അപവർത്തനം എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. മക്കളെ ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾക്ക് എക്സാമിന് ചിലപ്പോൾ ചോദിക്കാറുണ്ട് ഇത് വരച്ച് കംപ്ലീറ്റ് ചെയ്യാൻ. എൻ്റെ മക്കളൊന്നും ബുദ്ധിമുട്ടരുത്, എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇത് സാറ് കൃത്യമായിട്ട് വരച്ചു തരും. ഇങ്ങനൊരു ഗ്ലാസ് നിങ്ങൾക്ക് തരും. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആദ്യം തന്നെ ഒരു ലൈറ്റ് ഇങ്ങനെ വരക്കുക. ഇതാണ് ഒരു ലൈറ്റ്. ഓക്കെ, ആ ലൈറ്റ് എങ്ങനെയാണ് വരുന്നത്? ഒബ്ലീക്ലി, ചെരിഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, നോർമൽ വരക്കാൻ മറക്കരുത്. ഒരു നോർമൽ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഓക്കെ, ഒരു നോർമൽ, മനോഹരമായ ഒരു നോർമൽ വരച്ചു കൊടുക്കുക. ഓക്കെ, നോർമൽ ഇങ്ങനെ താഴോട്ട് ഇതുവരെ വരച്ചു. ഓക്കെ, നിങ്ങൾക്കറിയാം ഇവിടെ എയർ ആണ്, ഇത് ഗ്ലാസ് ആണ്. അല്ലടാ, എയർ ആണ്, ഇത് ഗ്ലാസ്. സാറ് പറഞ്ഞിരുന്നു എയർ ആണ്, ഇത് ഗ്ലാസ് ആണ്. കട്ടി കൂടുമ്പം അതായത് അയാൾക്ക് സ്നേഹം കൂടുതലായിരിക്കും. കട്ടി കൂടുതലുള്ള ആൾക്ക് സ്നേഹം കൂടുതലായിരിക്കും. സാറ് പറഞ്ഞു സ്നേഹം കൂടുതലുള്ള ആളടുത്തേക്ക് വരുമ്പം അയാൾ വല്ലാതെ അടുക്കും. ആരോട്? ഈ നോർമലിനോട്, ഈ ലംബത്തോട് വല്ലാതെ അടുക്കും. ആരടുത്തേക്ക് വരുമ്പോഴാ? ഇതുപോലെ കട്ടി കൂടുതലുള്ള, സ്നേഹം കൂടുതലുള്ള ആളടുത്തേക്ക് വരുമ്പം അയാൾ എന്ത് ചെയ്യൂടാ? വല്ലാതെ അടുക്കും. ഓർത്തു വെക്കുക, കഴിഞ്ഞ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞതാ. ഓക്കെ, അപ്പോൾ അടുക്കുന്നതൊന്ന് സാറ് കാണിക്കാം. ഇതുപോലെ ഇങ്ങനെ എന്ത് ചെയ്യൂടാ? അടുക്കുന്നു. ഇനി വീണ്ടും സാർ എന്ത് ചെയ്യുന്നു? ഒരു നോർമലൂടെ വരക്കുന്നതാ. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു നോർമൽ വരക്കുന്നു. ഇനി മക്കൾ ശ്രദ്ധിക്കണം, ഇവിടെ ഇപ്പോൾ ഉള്ളത് മഹാനായ എയറാണ്. എടാ, ഇനി ലൈറ്റ് എവിടെ നിന്ന് എങ്ങോട്ടാ വരുന്നത്? ഇപ്പം എങ്ങോട്ടാ വരുന്നത്? ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്കാ അല്ലേ? ഗ്ലാസ്സിൽ നിന്ന് എങ്ങോട്ടാ വരുന്നത്? എയറിലേക്കാ. ആരടുത്തേക്കാ വരുന്നത്? കട്ടി കുറവുള്ള പാവം എയറിൻ്റെ അടുത്തേക്കാ. പാവപ്പെട്ട എയറിന് എന്ത് കുറവാ? സ്നേഹം കുറവാ. കട്ടി കുറവാണ്, സ്നേഹം കുറവാ. സ്നേഹം കുറയുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ അടുത്തു കൂടെ പോവില്ല, അകന്നു പോകുന്നത് വരച്ചു കൊടുക്കുക പ്രിയപ്പെട്ടവരെ. അതോടുകൂടിയിട്ട് ഇത് വരക്കാനുള്ള പരിപാടി ഇവിടെ കഴിഞ്ഞു. എന്ത് മനോഹരം! ഇത് മനോഹരമാണെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മക്കളെ, നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അടുത്ത 6 പാർട്ടോട് കൂടി ഈ ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്യും. ഹാപ്പി ആണല്ലോ മക്കളെ? ഓക്കെ ആണല്ലോ മക്കളെ? മിഷാൻ സാർ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.